62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9 മണിക്ക് ആശ്രാമം മൈതാനത്തെ പ്രധാന വേദിക്കരികെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പതാക ഉയർത്തിയതോടെ കലാമേളയ്ക്ക് ഔദ്യോഗിക തുടക്കമായി. 24 വേദികളിൽ 239 ഇനങ്ങളിൽ 14,000 കുട്ടികൾ 5 നാൾ നീണ്ട കലാമാമാങ്കത്തിൽ മാറ്റിവെക്കും. ഹയർ സെക്കൻഡറി വിഭാഗം സംഘനൃത്തമാണ് ഇന്നത്തെ ഗ്ലാമർ ഇനം. എം ജി മിഥുൻ അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ദേശിംഗനാടിന്റെ മണ്ണിൽ ഇനി 5 നാൾ കലാപൂരം അരങ്ങേറുകയാണ്. ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. ഉദ്ഘാടനം അല്പസമയത്തിനകം മുഖ്യമന്ത്രി നിർവഹിക്കും. ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പ്രധാന അതിഥികൾ ആരൊക്കെയാണ്? എന്തൊക്കെയാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? അല്പസമയത്തിന് മുമ്പ് വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കലോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഗോത്രകല കലോത്സവത്തിന്റെ ഭാഗമായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. മംഗളം കളിയാണ് ഇത്തവണത്തെ കലോത്സവത്തിന്റെ ഭാഗമായിരിക്കുന്നത്. കാസർഗോഡ് ജില്ലയിലെ ഗോത്ര വിഭാഗക്കാരായ മാവിലർ, മലവേട്ടുവൻ സമുദായക്കാർ മംഗളകർമ്മങ്ങളുടെ സമയത്ത് നടത്തിവരുന്ന നൃത്തമാണ് ഇത്. അതാണ് അവർ ഐതിഹ്യമായി കണക്കാക്കുന്നത്. കല്യാണക്കളി എന്നും ഇതിനെ അറിയപ്പെടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വൃത്താകൃതിയിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും ചുവടുവെച്ച് വട്ടം തിരഞ്ഞ് നൃത്തം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഓരോ പാട്ടിലും ഗോത്രവർഗ ജീവിതത്തിന് യഥാർത്ഥ പരിസരവും ഒപ്പം തന്നെ അവരുടെ ദുഃഖവും സന്തോഷവും നിത്യജീവിത രാഗങ്ങളും എല്ലാം തന്നെ നമുക്കിതിൽ പ്രകടമാവുകയും ചെയ്യും. ഒപ്പം തന്നെ ഇത്തവണ പ്രദർശനം ഇനം എന്ന നിലയ്ക്കാണ് ഗോത്രകല കലോത്സവത്തിൽ അവതരിപ്പിക്കുന്നതും. ഉദ്ഘാടന ചടങ്ങുകൾക്ക് മുന്നോടിയായി തന്നെ മുഖ്യമന്ത്രി ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോടിയായി തന്നെ ഈ ഒരു പ്രദർശന കലയാണ് ഈ ഗോത്ര വിഭാഗത്തിലെ കല ഇപ്പോൾ ഈ ഒരു വേദിയിൽ കൊല്ലത്തെ ഈ ഒരു വേദിയിൽ പ്രധാന വേദിയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതായത് അടുത്ത തവണ മുതൽ ഗോത്രകലകൾ മത്സരമയമാക്കുന്ന കാര്യം സജീവ പരിഗണനയിലാണ് എന്ന് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയിരുന്നു. അല്പസമയത്തിനകം തന്നെ മുഖ്യമന്ത്രി ഈ ഔദ്യോഗിക ഈ 62ാമത് സ്കൂൾ കലോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും സിനിമാ രംഗത്തു നിന്നുള്ള നിഖില വിമൽ അടക്കമുള്ള പ്രമുഖരും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അനുബന്ധമായി ആശാശരത്തിന്റെ നൃത്തച്ചുവടുകളും നമുക്ക് വീക്ഷിക്കാനാവുകയും ചെയ്യും. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ 62ാമത് സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് അരങ്ങേറുന്നു. ഇനിയുള്ള 5 നാൾ രേണുക സൂചിപ്പിച്ചപ്പോൾ തന്നെ കൊല്ലം പൂരത്തിനെ കവച്ചുവെക്കുന്ന തരത്തിൽ കുട്ടികളുടെ ഒരു മാമാങ്കം, കുട്ടിപ്പൂരം കത്തിക്കയറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഏകദേശം 14,000-ലധികം കലാപ്രതിഭകളാണ് കൊല്ലത്തേക്ക് ഒഴുകിയെത്തിയിരിക്കുന്നത്. 239 ഇനങ്ങളിലായി വിവിധ വിദ്യാർത്ഥികൾ ഈ വിവിധ ഇനങ്ങളിലായി മത്സരിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിലും ഹൈസ്കൂൾ തലത്തിലും ഒക്കെ തന്നെ വിദ്യാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വിദ്യാർത്ഥികൾ മത്സര രംഗത്തുണ്ട്. എന്തായാലും മത്സരം പൊളിപാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം 2008-ലായിരുന്നു ഇതിനു മുമ്പ് അവസാനമായി കൊല്ലത്ത് ഒരു കലാപുരം ഇതിനു മുമ്പ് അരങ്ങേറുന്നത്. അതിനുശേഷം ഏകദേശം 15 വർഷങ്ങൾക്കിപ്പുറമാണ് വീണ്ടും ഒരു ആയുധേയത്വം വഹിക്കാനുള്ള അവസരം കൊല്ലം ജില്ലയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. എന്നാലും സമീപകാലത്തൊക്കെ തന്നെ എല്ലാ വർഷവും നമ്മൾ കാണുന്ന പോലെ തന്നെ ഓരോ വർഷം കഴിയുന്തോറും
ഈ കലാപൂരത്തിന്റെ പ്രൗഢിയും ഒപ്പം തന്നെ മാറ്റമൊക്കെ കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ ഇത്തവണ കൊല്ലത്തേക്ക് എത്തുമ്പോൾ അതിഗംഭീരമായി തന്നെ ഇവിടുത്തെ സംഘാടകർ, ജില്ലാ ഭരണകൂടങ്ങൾ ഈ സജ്ജീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പ്രധാന വേദിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. അവിടെയാണ് പ്രധാനപ്പെട്ട ഇനങ്ങളൊക്കെ തന്നെ അരങ്ങേറുക. ഉദ്ഘാടന ചടങ്ങിന് ശേഷമായിരിക്കും മത്സരക്രമങ്ങൾ ആരംഭിക്കുക. തീർച്ചയായും മിഥുൻ, 10 മണിക്കാണ് ഉദ്ഘാടന ചടങ്ങുകൾ പറഞ്ഞത്. മുഖ്യമന്ത്രി പതിവ് പോലെ എല്ലാ ചടങ്ങുകളിലും അദ്ദേഹം കൃത്യസമയം പാലിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നു എന്ന് മിഥുൻ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. വിശിഷ്ട അതിഥികളൊക്കെ എത്തിയോ? ഉടൻ തന്നെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുമോ? തീർച്ചയായും ഈ നൃത്തം കഴിഞ്ഞതിന് ശേഷം ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ 9:50 കൂടി തന്നെ മുഖ്യമന്ത്രി വേദിയിലേക്ക് കടന്നു വരികയും ചെയ്തു. മറ്റ് അതിഥികളെല്ലാം തന്നെ നേരത്തെ തന്നെ എത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. പ്രധാനപ്പെട്ട ഇനങ്ങൾ എന്ന് പറയുന്നത് 11 മണിയോട് കൂടിയാണ് ആ ഇനങ്ങൾ ആരംഭിക്കുക. 11 മണിക്ക് ആദ്യം സംസ്കൃത നാടകമാണ് HS വിഭാഗത്തിന്റെ അരങ്ങേറുന്നത്. 2ാം വേദിയിലാണ് അരങ്ങേറുന്നത്. 1ാം വേദിയിൽ ആദ്യ മത്സരം ആരംഭിക്കുന്ന മോഹിനിയാട്ടമാണ്. HS വിഭാഗം ഗേൾസിന്റെയാണ്. 11:30 കൂടിയാണ് ഈ മത്സരം വിഭാഗങ്ങൾ ആരംഭിക്കുക, മത്സരം ആരംഭിക്കുക. തുടർന്ന് വിവിധ ഇനങ്ങൾ ഇന്നത്തെ ആദ്യ ദിനത്തിൽ ഉണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് മാർഗംകളി, ഒപ്പം തന്നെ കുച്ചിപ്പിടി, ഭരതനാട്യം, കോൽക്കളി അടക്കമുള്ള HS വിഭാഗത്തിന് കോൽക്കളി അടക്കമുള്ളവ ഇന്ന് അരങ്ങേറുകയും ചെയ്യും. കൂടാതെ പൂരക്കളി, അർബനമുട്ട അടക്കമുള്ള, ചാക്യാർകൂത്ത് അടക്കമുള്ള, നങ്ങ്യാർകൂത്ത് അടക്കമുള്ള ഇനങ്ങളും ഇന്നത്തെ പ്രധാന ഇനങ്ങളിൽ ഒന്ന് തന്നെയാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് HS വിഭാഗത്തിലെ സംഘനൃത്തം തന്നെയാണ്. അതാണ് ഇന്നത്തെ ഗ്ലാമറമായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നതായാലും വലിയൊരു ജനപങ്കാളിത്തവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ ജനങ്ങൾ പ്രധാന വേദിയായിട്ടുള്ള ആശ്രമ മൈതാനത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. ഏകദേശം 2500-ലധികം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങളാണ്, അത്തരത്തിലുള്ളൊരു വേദിയാണ് 1ാം വേദിയായി ഒരുക്കിയിരിക്കുന്നത്. ONV സ്മൃതി മണ്ഡപം എന്ന പേര് നൽകിയിരിക്കുന്ന ഈ ഒരു 1ാം വേദിയിൽ 2500-ലധികം പേരെ ഉൾക്കൊള്ളാനാകും. അത്രയും പേരെ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. 16,000-ലധികം കലാപ്രതിഭകൾ കൊല്ലത്തിന്റെ മണ്ണിലേക്ക് കാലുകുത്തിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടു കൂടി തന്നെ എല്ലാ ജില്ലയിൽ നിന്നുള്ള മത്സരാർത്ഥികൾ, വിദ്യാർത്ഥികളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. രാവിലെ മുതൽ തന്നെ ഈ പ്രധാന വേദിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റു വേദികളൊക്കെ തന്നെ ഏകദേശം 24ഓളം പ്രധാന വേദികൾ, 24ഓളം വേദികളാണുള്ളത്. അത് ആശ്രമ മൈതാനത്തിനും ഒപ്പം തന്നെ സമീപ പ്രദേശങ്ങളിലുള്ള സ്കൂളുകളിലും ഒപ്പം തന്നെ കോളേജിലെ വേദികളിലുമൊക്കെയാണ് ഇത് ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത്. ടൗൺ ഹാളിലടക്കം വേദികൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ എല്ലാ ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ അവർ വിലയിരുത്തുകയും ചെയ്തു. 9 മണിയോട് കൂടിയാണ് ഔദ്യോഗികമായി ഇതിന് തുടക്കം. ഈ ഒരു 62ാമത് സ്കൂൾ കലാമേളയ്ക്ക് തിരി തെളിയിച്ചത് 9 മണിക്ക് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ പതാക ഉയർത്തോടു കൂടിയാണ് തിരി തെളിയിക്കുകയും ചെയ്തത്. അല്പസമയത്തിനകം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. തീർച്ചയായും എന്തായാലും അല്പസമയത്തിനകം ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. നമ്മൾ പ്രധാന വേദിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗോത്ര കലാരൂപം കുട്ടികൾ അവതരിപ്പിക്കുകയാണ്. അടുത്ത വർഷം മുതൽ ഇത് മത്സര ഇനമാക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. അതിന് മുന്നോടിയായാണ് ഇക്കൊല്ലം അതിന്റെ അവതരണം പ്രധാന വേദിയിൽ നടക്കുന്നത്. ഇതിന് ശേഷം അവിടെ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. മുഖ്യമന്ത്രി 9:50 തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം വിശിഷ്ടാതിഥികളും എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടന ചടങ്ങുകളിലേക്ക് കടക്കും. അതിനുശേഷം പ്രധാന വേദിയിൽ ഉൾപ്പെടെ മത്സരങ്ങളും ആരംഭിക്കുമെന്നാണ് മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നത്. മിഥുൻ.